നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നിലപാടുകൾ കൂടുതൽ കർശനമാക്കിയ കാര്യം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ വന്ന് അനധികൃതമായി അല്ലാതെ നേരായ മാർഗത്തിൽ അമേരിക്കയിലെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഇപ്പോൾ പൗരത്വം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 19ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൗരത്വം നിഷേധിക്കാനാണ് അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ BBC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത ഇറാൻകാരിയായ സനം എന്ന സ്ത്രീയുടെ കഥനകഥയാണ്. അവർ പതിറ്റാണ്ടുകളായി ഇറാനിൽ നിന്ന് അമേരിക്കയിലെത്തി അവിടെ ജോലി ചെയ്യുകയാണ് കുടുംബവുമായി. അവരുടെ ഭർത്താവും ഒപ്പമുണ്ട്. അവർക്ക് ഈ മാസം 3-ാം തീയതി പൗരത്വം ലഭിക്കുമായിരുന്നു. പൗരത്വം നേടുന്നതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞ നടത്താൻ തീരുമാനിച്ചിരുന്നത് ഈ മാസം 3-ാം തീയതിയാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഈ പരിപാടി റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തനിക്ക് പൗരത്വം നിഷേധിച്ചെന്നുള്ള കാര്യം അധികൃതർ ഇനി വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് താൻ ഇറാൻകാരിയാണ് എന്നുള്ളതാണ് തൻ്റെ പ്രധാന പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് തന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചു എന്നാണ് സനം വെളിപ്പെടുത്തിയിട്ടുള്ളത്. സനം എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ പേരല്ല. അവർ സുരക്ഷാ കാരണങ്ങളാൽ സ്വന്തം പേര് വെളിപ്പെടുത്താത്തതാണ്. BBC ഇത്തരത്തിലുള്ള ഒരു പേര് മാത്രം അവർക്ക് നൽകിയിട്ടുള്ളതാണ്. ഏതായാലും വർഷങ്ങളായി താൻ ഈ പൗരത്വത്തിൻ്റെ പിന്നാലെയായിരുന്നു. തൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ കേസോ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമോ ഇല്ലാത്ത അമേരിക്കയിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ എന്നും ഇപ്പോൾ വർഷങ്ങൾ നീണ്ട തൻ്റെ പ്രയത്നമെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വാർത്ത തൻ്റെ ഹൃദയം തകർത്തു എന്നാണ് സനം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 26-ാം തീയതി വാഷിങ്ടൺ DC വെച്ച് ഒരു അഫ്ഗാൻ പൗരൻ അമേരിക്കയിലെ സുരക്ഷാ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് അമേരിക്ക ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മുതൽ ഈ 19 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പൗരത്വം നൽകേണ്ടതില്ല എന്നാണ് അമേരിക്കൻ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. സനം പറയുന്നത് നാട്ടിൽ ഇറാനിൽ തനിക്ക് തൻ്റെ മാതാപിതാക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഇത്രയും വർഷം അമേരിക്കയിൽ ജീവിച്ചിട്ട് ഇനി പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങുക അത്ര സുഖകരമായൊരു കാര്യമായിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വഴിയില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒറ്റയടിക്ക് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഈ അവിടെ അമേരിക്കയിലെത്തിയ വിവിധ പ്രവാസി സംഘടനകളുടെ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്ന രീതി അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും ട്രംപിനെ പറഞ്ഞു മാറ്റിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്രയോ പേരാണ് ഇത്തരത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ദുരിതത്തിലായിരിക്കുന്നത്. സനം പറയുന്നത് താൻ വരുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലെത്തിയ മറ്റു പല രാജ്യക്കാരുമുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഇനി അങ്ങോട്ട് ഈ 19 രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ആർക്കും തന്നെ ഇനി അമേരിക്കൻ പൗരത്വം ലഭിക്കുകയില്ല എന്നുള്ളത് വലിയൊരു ജനസമൂഹത്തിൻ്റെ തന്നെ പ്രശ്നമായി മാറുകയാണെന്ന് അവർ പറയുന്നത്. അമേരിക്കൻ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ന്യൂയോർക്ക് നഗരത്തിൽ മാത്രം 10,000 വെനസ്വേലൻ പൗരന്മാർ താമസിക്കുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ നാട് കടത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല ഈ കുടിയേറ്റക്കാർ അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി പ്രത്യേക ബോയിങ് വിമാനങ്ങൾ വാങ്ങാനും അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. നേരത്തെ ഇവരെയൊക്കെ എയർഫോഴ്സ് വിമാനങ്ങളെ കൈക്കും കാലിലും ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നു എന്ന ഗുരുതരമായ വിമർശനം വരുന്ന സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനം ട്രംപ് ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്.